രാവിലത്തെ കുക്കിങ്ങും പാക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചോറ് വിളമ്പി, തോരനും അവിയലും മീൻ വറുത്തതും മീൻ കറി എല്ലാം കൂട്ടി ലാവിഷായിട്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ണുന്നത്. പക്ഷേ ഇതൊക്കെല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിലോട്ട് വന്ന് കഴിയുമ്പോഴാണ് നിരന്ന് കിടക്കുന്നുണ്ട് പാത്രങ്ങളൊക്കെ. മിക്കവാറും ഞാൻ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് എല്ലാം കഴുകി വെക്കുന്നതാണ് കേട്ടോ. ഇന്ന് അത് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇത്രയും പാത്രങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും കുക്ക് ചെയ്തതും പിന്നെ അല്ലാതെ അല്ലറ ചില്ലറ പാത്രങ്ങളൊക്കെ കിടപ്പുണ്ട്. എല്ലാം പെട്ടെന്നെല്ലാം തേച്ച് കഴുകി പാല് മേടിച്ച പാത്രമാണിത് രണ്ടും. അതൊക്കെ ഒന്ന് കഴുകി അതിലിരുന്ന പാൽ ഞാൻ ഒഴിക്കാനായിട്ട് എല്ലാം മാറ്റി വെച്ചേട്ടോ. അങ്ങനെ പാലൊക്കെ കാച്ചാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആദ്യമേ കൗണ്ടർ ടോപ്പും പിന്നെ ഗ്യാസ് സ്റ്റോപ്പും ഒക്കെ ഒന്ന് കഴുകണം. ഓണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡീപ്പായിട്ടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഡിഷ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് നല്ല അഴുക്കുള്ളതും എണ്ണമെഴുക്കുള്ള ഭാഗമൊക്കെ സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് തുടച്ചെടുക്കാം. അതെല്ലാം മേളും അവിടെ ഇവിടെ എല്ലാം നന്നായിട്ട് ടൈലിൻ്റെ ഭാഗത്തും ഒക്കെ നന്നായിട്ട് അഴുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതെല്ലാം വൃത്തിയായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ആ തുണിയൊന്ന് കഴുകിയിട്ടിട്ട് ഞാൻ പിന്നെ ഒരു വെറ്റ് തുണി വെച്ചിട്ട് അതിനുശേഷം ഡ്രൈ ക്ലോത്ത് ഇട്ട് തുടച്ചെടുത്ത് നമ്മൾ കിച്ചനൊക്കെ ക്ലീനായി. അപ്പോൾ എന്നെ തിരക്കി ഇന്നൊരു മയിൽക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മോളാണ്. അങ്ങനെ അതിനെ കുറേ നേരമൊക്കെ നോക്കിയിരുന്നിട്ട് എൻ്റെ ജോലിയെല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.